തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്ന ജനസമൂഹത്തോട് പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, 2 പേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. ഒരുവൻ പരീശൻ, മറ്റൊരുവൻ ചുങ്കക്കാരൻ. 2 പേരും ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പരീശൻ പ്രാർത്ഥിച്ചു, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ എൻ്റെ തൊട്ടരികത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. അങ്ങനെയുള്ള പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ദൈവമേ. രണ്ടാമതായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട് ദൈവമേ. എനിക്ക് ലഭിക്കുന്ന നന്മയിൽ ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ്, ഉപവസിക്കുന്ന നല്ല കാര്യമാണ്. എന്നാൽ താൻ ദൈവത്തോട് പറഞ്ഞത് മുഴുവനും താൻ നല്ലവനാണ് എന്ന് പറഞ്ഞ്, നല്ലത് മാത്രം പറഞ്ഞ് തന്നെ തന്നെ നീതീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന. എന്നാൽ ആ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ദൈവം അവനോട് കരുണ കാണിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. യേശു അവരോട് പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. നമുക്കെന്താണ് ഉയർത്താനുള്ളത്? നമുക്ക് ഉയർത്താനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിനെ മാത്രമാണ്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ വചനത്തെ മാത്രമാണ്. യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത ആ അത്ഭുത പ്രവൃത്തി അല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർത്താനുള്ളത്? ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായില്ല. ആ പ്രാർത്ഥനയിൽ ശക്തി വെളിപ്പെട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവൻ തന്നെ താൻ താഴ്ത്തി, ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ഞാൻ പാപിയാണ്. ആ നിലവിളി സ്വർഗത്തിലെത്തി. ദൈവം അവനോട് കരുണ കാണിച്ചു. തൻ്റെ തെറ്റ് മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. നാം എന്നും പ്രാർത്ഥിക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടിയാണ്. സങ്കീർത്തനക്കാരൻ പാടിയത് ഇങ്ങനെയാണ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നാം അനുഭവിക്കുന്നത് കരുണയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ, ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ മക്കളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്കും നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.